അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം പോയ പറവൂർ KSRTCയുടെ ടൂർ പാക്കേജിലുള്ളൊരു വീഡിയോ ഉണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം പാട്ടായിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. ഇത് സെപ്റ്റംബർ 15, 2025 പോയത്. നമ്മൾ വെളുപ്പിന് 3 മണിക്കായിരുന്നു അതിൻ്റെ ട്രിപ്പ് വന്നിരുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് രാത്രി 11:30 അതിൻ്റെ ട്രിപ്പ് തിരിച്ചെത്തുന്നത്. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വളരെ ചിലവ് കുറവാണ്. അതേപോലെ തന്നെ എല്ലാവരും ഭയങ്കര സൗഹൃദം കിട്ടാനും ഭയങ്കര നമ്മുടെ മനസ്സിലൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയ യാത്രയാണ്. അതേപോലെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോ കാണുന്ന ഡാൻസ് എല്ലാവരും ഭയങ്കര സംഘടന കാര്യങ്ങളാണ് നമ്മൾ ഈ യാത്രയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഞാനും പല ട്രിപ്പ് പോയിട്ടുണ്ട്. അതേപോലെ ഈ യാത്രക്കാരിലും പല ആൾക്കാരും പല ട്രിപ്പിലാണ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പാണ്. നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ എന്താ പറയുക ഭയങ്കര പൈസയൊന്നും ചിലവില്ല വന്നില്ല ട്രിപ്പിന്. അപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ KSRTCയെ കോൺടാക്ട് ചെയ്ത് അത് നമ്മളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ട്രിപ്പ് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ KSRTC നിലവിൽ ഇപ്പോൾ എല്ലാ ട്രിപ്പൊന്നും പോകുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും എല്ലാവർക്കും പോകുന്നുണ്ട്. അപ്പോൾ ഒരു മിക്ക സ്ഥലങ്ങളിലൊക്കെ അവർ നമ്മളെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവർ അടുത്തതായിട്ട് കർണാടക, തമിഴ്നാടൊക്കെ ടച്ച് ചെയ്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടി നമുക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ള പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മളോട് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഒരു മിക്ക ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിയിട്ട് കുറേ ഭാഗങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പോഴത്തെ കണ്ടീഷനുകളിൽ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് നമ്മളാരും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് എല്ലാവർക്കും തൃപ്തിയായി ഞങ്ങളുടെ അടുത്ത് കാണാനുള്ളൊരു ഇതിലാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത്രയെല്ലാം ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും കുറേ കാര്യങ്ങൾ എനിക്കൊരു ഒരു കാലത്ത് ഇരുന്ന് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഞാനുമായിട്ട് ആ ചിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ടൂറിൻ്റെ ആൾക്കാരാണ്. ഞങ്ങൾ സ്ഥിരം പോയിരുന്നതാണ് എല്ലാ സ്ഥലങ്ങളും പോയിട്ട്. പക്ഷേ അന്നൊക്കെ നമ്മളുടെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്നത്തെ ഉള്ള റേഞ്ചുള്ള മൊബൈൽ വെച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് പിന്നീട് നമുക്കത് കിട്ടുന്നില്ല. അപ്പം അതിനോട് അവർ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്ത് ഞാനൊരു എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെ വന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ എത്രയോ വർഷം കഴിഞ്ഞ് നമ്മളുടെ കാലശേഷം വരെ നമുക്ക് പിന്നീടുള്ള അത് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് സോഷ്യൽ മീഡിയ വന്നത്. അപ്പോൾ അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്താണ് നമ്മളിപ്പോൾ കുറേ വീഡിയോ ചെയ്യുന്നത്. അതിനോട് വെച്ചാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾക്കൊക്കെ കുറേ വീഡിയോ നമ്മുടെ പഴയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി ഉള്ള പിക്ചർ ഇട്ടാലേ ആൾക്കാർ കാണാനായിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ തന്നെ മാക്സിമം നമുക്ക് നമ്മുടെ കയ്യിൽ 1-2 വർഷത്തിൽ നമ്മൾ ഏത് ക്യാമറക്കാരിലായാലും എന്ത് ചെയ്താലും നമുക്കത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാണാനും പറ്റില്ല. അപ്പോൾ അതിനായിട്ട് ഒരു നല്ലൊരു മാർഗമായിട്ട് വന്നത് ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്ത് ചെയ്തതെങ്കിൽ നമുക്കൊരു കാലത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കുറേ ഡാൻസ് കളിക്കുന്ന വീഡിയോസിൻ്റെ അങ്ങനെ ചിലർക്ക് ചിലപ്പോൾ അത് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാകാം. അതിൻ്റെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസ് ചിലപ്പോൾ ആൾക്കാർ പറയാമോ ഇത് ഇത്ര നീളത്തിൽ കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ പോയൊരു വഴി നമുക്ക് ആസ്വദിക്കാനായിട്ട് ഫുൾ ലെങ്ത്ത് 8 മണിക്കൂർ ട്രിപ്പിൽ നമുക്ക് 6 മണിക്കൂർ 7 മണിക്കൂർ യാത്ര ഉണ്ടാകും. നമ്മളതൊരു അരമണിക്കൂറിലായിട്ട് ചുരുക്കി അത് ഉൾക്കൊള്ളിച്ചേക്കുന്നതാണ്. പിന്നെ ഈ ഡാൻസ് കളിക്കുന്നൊക്കെ ഒരു കാലത്ത് ഇതിനകത്ത് പല ആൾക്കാർക്ക് ഇത് കിട്ടില്ല. ഇവരുടെ കയ്യിൽ ആരെങ്കിലും ഇല്ല ഈ വീഡിയോസൊന്നും. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ജസ്റ്റ് അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് സൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് അത് അറിയിക്കണമെങ്കിൽ നമ്മളത് ഡിലേറ്റ് ചെയ്ത് കഴിയും. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലേറ്റ് ചെയ്ത് കളയേണ്ടത് നമുക്ക് കുറച്ചായിട്ട്. അപ്പോൾ നമ്മളെ ചില സീനുകൾ എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ ഇടുക്കിയിരുന്നൊക്കെ പറയുന്നത് ഇതിനകത്തിൻ്റെ വീഡിയോ പറയും ആദിവാസികൾ ഇടുക്കിയിരുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീനുകളൊന്നും നമ്മളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മളോട് അവർ നമ്മുടെ ഗൈഡുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പോയ വഴിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഗവിയുടെ ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുക നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നാളെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്ത ഒരു ട്രിപ്പാണ് ഗവിയുടെ ട്രിപ്പ്. അതിപ്പോൾ ഈ കാലം അങ്ങനെ ഇതുവരെയും അങ്ങനെയാണ്. ഇനി എങ്ങനെയാണ് ഈ പിന്നീട് അങ്ങോട്ട് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി പെർമിഷൻ കിട്ടാനും വഴിയില്ല. കാരണം നമ്മളിപ്പോൾ പണ്ട് പോയിരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ ക്യാമറ അലൗഡ് അല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടി ഒരു മാർഗ്ഗമാണ് നമുക്ക് ഇപ്പോൾ എടുത്ത് വെച്ചാൽ കേട്ടോ. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇടുക്കി ഡാമിൽ പോയൊരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല, ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പണ്ട് ഇടുക്കി ഡാമിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാം. ക്യാമറ കൊണ്ടുപോകാം, മൊബൈൽ കൊണ്ടുപോകാം, ബോട്ടിങ്ങിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ പോയി കഴിഞ്ഞപ്പോൾ
അവിടെ ക്യാമറയും കൊണ്ടുപോകാൻ പാടില്ല. രീതിക്ക് ഡാമിൻ്റെ കൂടെ നമ്മൾ നടത്തുകയില്ല. അവിടെ പാരിക്കണ ഒരു കയറൊക്കെ വെച്ച് കിട്ടിയേക്കണം. അവരുടെ ഇലക്ട്രിക് വണ്ടിക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരാൾക്ക് 180 രൂപ, ഒരാൾക്ക് ചാർജ് ടിക്കറ്റ് എടുത്തത് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അരമണിക്കൂറത്തുള്ളൊരു ട്രിപ്പാണ്. പണ്ട് നമ്മൾ പോയിരുന്നത്, നമ്മൾ നടന്നു പോയിരുന്നു. ആദ്യം നമുക്ക് സിമ്പിളായിട്ട് അവിടെ വരെ എത്തണ വരെ എത്തുമായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം അവരുടെ ഇലക്ട്രിക് വണ്ടിക്ക് നമ്മളെ കൊണ്ടുപോയി പോണ വഴിക്ക് കാണിക്കും, ഇന്നത് ആ ഡാമിൻ്റെ മുകളിൽ നമുക്ക് ഒത്തിരി സ്ഥലത്തോട്ട് നടത്തും നമ്മളെ. അതേപോലെ നമ്മളെ ക്യാമറയും മൊബൈലും ഇലക്ട്രോണിക്സ് ഐറ്റംസുമായിട്ട് ഈ സാധനം പോലും നമ്മുടെ കയ്യിൽ എത്തിക്കില്ല. എല്ലാ സാധനവും അവിടെ കൂട്ടി വെക്കണം. അതൊരു സെക്യൂരിറ്റി അതിൻ്റെ ഒരു ഇത് പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് അവിടെ റോപ്പ് കട്ട് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതെന്താണെന്നറിയില്ല, ഒരു വിദേശിയാണെന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇനിയുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഗവി ഡാമിൻ്റെ അവിടെ ഇറങ്ങിയില്ലേ, അതുവരെയും ചിലപ്പോൾ വേണമെങ്കിൽ ഇനി നമുക്ക് ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് അവിടെ പ്രദർശനം ഉണ്ടാവില്ല. അതേപോലെ പിന്നെ ഇപ്പോൾ പമ്പ ഡാം എന്ന് പറഞ്ഞില്ലേ, ആ ഡാമൊക്കെ നമ്മൾ എന്നോടൊരു എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഡാമിൽ മലക്ക് പോകുന്ന സമയത്ത് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് പറയും. മറ്റേ പുല്ലുമേട് വഴി പോകുമ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഡാമിൽ ഇറങ്ങാറുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത്. അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡാമൊന്ന് കാണുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടമല്ല, ബോറടിക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരോടും പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എല്ലാവരും പറയും, കഴിഞ്ഞ തവണ പോയതല്ലേ നീ, പിന്നെ അത് തന്നെ പോലെ എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ ഓരോ ദിവസവും ചെല്ലുന്ന ഒരു മാറ്റം വരുത്തില്ല. യാത്ര ആസ്വദിക്കാനുള്ളതാണ്. അത് നമുക്ക് എന്നെ സംബന്ധിച്ചോളം നമുക്ക് ഒരു നല്ലൊരു ഇഷ്ടമാണ് യാത്ര. അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരന്മാരും കുറച്ച് പേര് അങ്ങനെയുള്ള ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർ എന്താ പറയുക, അവർക്ക് താല്പര്യമില്ലാത്തത്. പക്ഷേ ഞാൻ പറയാം എല്ലാവരും യാത്ര ചെയ്യണമെന്ന് പറയണേ. കാരണം ഇതൊക്കെ നമുക്ക് ഈ സമയത്തല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കാലമുള്ളപ്പോൾ നടക്കുക, കണ്ണുള്ളപ്പോൾ കാണുക എന്നുള്ളൊരു സിമ്പിൾ സിസ്റ്റം തന്നെയാണ് അത് അവിടെ നടന്നു ചെയ്യേണ്ടത്. അതായത് നമുക്ക് കുറേ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനോ ഇപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടി വെച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്ര തന്നെ ചിലപ്പോൾ ഒരു പേർക്ക് ഇത്രയും ആൾക്കാർ, അതായത് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായ ആൾക്കാർ വരെയും നമ്മുടെ യാത്ര ടീമിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു സഹകരിച്ച് വർത്താനം പറഞ്ഞ് ആഹാരം കഴിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് മനസ്സിന് കുറേ സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കുറേ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി നമ്മുടെ എന്താ പറയുക, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ഡാമായ കക്കി ഡാമിൽ നിന്ന് ഫെൻ സ്റ്റോപ്പ് പൈപ്പ് വഴിയാണ് മൂഴിയാർ ഡാമിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉള്ള ഫെൻ സ്റ്റോപ്പ് പൈപ്പ്, 2.5 കിലോമീറ്റർ കഴിഞ്ഞ വാൽവ് ഹൗസ് ഉണ്ട്. വാൽവ് ഹൗസിൽ നിന്ന് കക്കി ഡാമിൽ ഭൂമിക്കടിക്കൂടെ തുരങ്കം ഉണ്ടാക്കി ഒരു 4.5 കിലോമീറ്റർ തുരങ്കത്തിൽ കൂടാണ് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ തുരങ്കം പണിയാൻ വേണ്ടി പണിയാർക്ക് ഓക്സിജൻ വേണമായിരുന്നു. അതിൻ്റെ ഓക്സിജൻ പ്ലാന്റ് ജനറേറ്ററാണ് കാണുന്നത്.
നോക്കുന്നത് വന്നവശോട് നോക്കുക. കുഴപ്പമില്ല, പക്ഷെ ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഡാമെ നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ 1 വർഷം മുമ്പ് വരെ നമ്മളിവിടെ നിർത്തുകയും എല്ലാ ഡാമിലും കയറുകയെല്ലാം ചെയ്യുമായിരുന്നു. ഇവിടെ ഈ ജീപ്പ് സവാരിക്ക് വന്നവർ ഈ ഡാമേൽ ഇറങ്ങിയിട്ട് അവരതിൻ്റെ ഫ്രണ്ട്സെല്ലാം കൈവരി ഉണ്ടല്ലോ അതിന് കയറി അത് വയറിലാക്കി. അങ്ങനെ ഇത് ഡാം സുരക്ഷയുടെ ഭാഗമായതുകൊണ്ട് ഇതെല്ലാവരും കണ്ടു. ഇവിടെ അവർക്ക് പ്രശ്നമായി. മൂഴിയാർ ഡാമിലേക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഈ പൈപ്പ് വഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത്.
ഹലോ ഒരാള് ഒറ്റക്ക് കൂടും. ഡാമാണ് കേട്ടോ, ആനസോ ഡാം. ഓർഡിനറി സിനിമയിലെ ആസിഫലി എടുത്ത് ചാടുന്നത്, അവസാനം എടുത്ത് ചാടുന്നത് ഈ ഡാമിൽ നിന്നാണ്. ഓർഡിനറി സിനിമ ഡാമുകളെല്ലാം നമ്മുടെ ഈ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടായിരുന്നു. ഈ ഡാമിന്റെ ഷട്ടറാണ് മരം വന്നു തുടങ്ങി ഷട്ടർ അടയ്ക്കാൻ പറ്റാതെ നമ്മുടെ മണിയാശാന പേരുദോഷം ഉണ്ടാക്കിയ ഡാമാണ് കേട്ടോ. വലിയൊരു മരം വന്നു തുടങ്ങി ഷട്ടർ അടയ്ക്കാൻ പറ്റാതെ. പിന്നെ ഡാമിന്റെ ഷട്ടർ ശ്രദ്ധിച്ചോളല്ല, ഒരു ഡാമിനും ഇല്ലാത്ത പ്രത്യേക ഷട്ടറാണ്. ആർച്ച് രൂപത്തിലുള്ള ഷട്ടറാണ്. ഷട്ടറിന്റെ ഭാഗമായില്ല, ലാസ്റ്റ് വരെ ഷട്ടറിന്റെ ഭാഗത്തുണ്ട്.
ഒരു മരം ലോഹ വെട്ടിക്കൊണ്ട് പോയായിരുന്നു. ബാക്കി 2 മരം. ഇതല്ലേ ഈ വണ്ണമുള്ളതല്ലേ? അതെ, മലയാളത്തിൽ നാരമ്പാലി കേട്ടോ, മലയാളത്തിൽ നാരമ്പാലി എന്നാ പറയുന്നത്. ഇടസൈഡിലൂടെ കാണുന്ന വഴിയാണ് ശബരിമല പൊന്നമ്പലമേട്ടിലേക്കുള്ള ഏക വഴി ഇതാണ് കേട്ടോ. ശബരിമല പൊന്നമ്പലമേട്ടിലേക്കുള്ള വഴി താഴെ കൂടെ കാണുന്നത്. എല്ലാവരും ഇട സൈഡിലോട്ട് നോക്കിയിട്ട് നല്ല വ്യൂ ആണ്. ഫോട്ടോ എടുക്കേണ്ടവർക്ക് വണ്ടിയൊക്കെ ഫോട്ടോ എടുക്കാം.